ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സിന്ധൂസ് വേൾഡ് ഓഫ് മ്യൂസിക് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു ചിക്കൻ ചുക്കയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും അതേസമയം പെർഫെക്റ്റ് ആയിട്ടുള്ളതുമായ ഈ ചിക്കൻ ചുക്ക എങ്ങനെയാണ് ഉണ്ടാക്കുകയെന്ന് നോക്കിയാലോ. അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് കുറച്ച് സവാള ഒന്ന് പൊരിച്ചെടുക്കണം. അപ്പോൾ 3 സവാള ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കനം കുറച്ച് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ സവാള ഇവിടെ നീളനെ കനം കുറച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ടിട്ട് സവാള ഒന്ന് വിടർത്തിയെടുക്കുക. പെട്ടെന്ന് തന്നെ സവാള ഒന്ന് ഫ്രൈ ആയി കിട്ടാനാണ് നമ്മൾ ഇതിലേക്ക് ഉപ്പ് ചേർത്തൊന്ന് തിരുമ്മി വിടർത്തിയെടുക്കണത്. ഇപ്പോൾ സവാള ഉപ്പ് തിരുമ്മിയിട്ട് ഒന്ന് വിടർത്തി എടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറേശ്ശെ സവാള ഇട്ടിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. തീ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. സവാള ഒരു 2 ബാച്ചായിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇപ്പോൾ സവാള ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇനി അടുത്ത ബാച്ച് സവാളയും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ സവാള എല്ലാതും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യാനായിട്ട് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു 800 ഗ്രാം ചിക്കൻ നന്നായി കഴുകി സ്ട്രെയിൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു മിക്സിയുടെ ചെറിയ ജാറിൽ 1 ടേബിൾ സ്പൂൺ ഫെനൽ സീഡ്സ്, അതായത് പെരിഞ്ചീരകം, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 10 വെളുത്തുള്ളി ചതച്ച് ക്രഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്തിട്ടുള്ള ഒനിയൻ കൈകൊണ്ട് ഒന്ന് പൊടിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ചിക്കൻ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ചിക്കൻ ഞാൻ നന്നായിട്ട് ഇവിടെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കുറഞ്ഞത് ഒരു 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അതിന് ശേഷം നമുക്ക് ചിക്കൻ ചുക്ക ഉണ്ടാക്കാനായിട്ട് നോക്കാം. ഇപ്പോൾ ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാനിവിടെ ഒരു പാനിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്തിട്ടുള്ള സവാളയുടെ വെളിച്ചെണ്ണയിൽ നിന്ന് ഒരു 3 ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ചെറിയ സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ക്രഷ് ചെയ്തിട്ടുള്ള പെരിഞ്ചീരകം, വെളുത്തുള്ളി, ഇഞ്ചി ഉണ്ടല്ലോ, അതിലെ ബാക്കി ക്രഷ് ചെയ്തത് ഇതിലേക്ക് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 2 പച്ചമുളക് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. തീ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് സവാള ഒന്ന് മൂത്ത് വരണ വരെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ സവാള ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 തക്കാളി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ തക്കാളി നന്നായിട്ട് ഒന്ന് കുഴഞ്ഞു വരണം. അതുവരെ നമുക്കിത് മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ തക്കാളിയൊക്കെ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അത് നമുക്കൊന്ന് സ്പൂൺ വെച്ചിട്ട് ഒന്ന് ഉടച്ചു കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ചിക്കൻ ഞാനൊരു 5 മിനിറ്റ് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ചിക്കൻ മിക്സ് ചെയ്ത് വെച്ച പാത്രത്തിൽ ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് ആ പാത്രം ഒന്ന് ചുറ്റിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ല. ചിക്കൻ ചുക്ക നല്ല പെരണ്ടിരിക്കുന്ന രീതിയിലാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പം ഞാനൊരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൻ്റെ കുറച്ച് താഴെയായിട്ട് തീ വയ്ക്കുക. അതിന് ശേഷം നമുക്ക് ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, മീഡിയം ഫ്ലെയിമിൻ്റെ കുറച്ച് താഴെയായിട്ട് വേണം തീ വെച്ച് കൊടുക്കാനായിട്ട്. ഇടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കി മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത്.
ഇപ്പോൾ ഒരു 15 മിനിറ്റ് നമ്മൾ മീഡിയം ഫ്ലെയിമിൻ്റെ കുറച്ച് താഴെയായിട്ട് ചിക്കൻ ഇവിടെ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ചിക്കനൊക്കെ നന്നായി ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഈ ഗ്രേവി ഒന്ന് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് പെരണ്ട് വരണം. അതുവരയ്ക്കും നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഗ്രേവിയൊക്കെ നന്നായിട്ട് ചിക്കനിൽ പെരണ്ട് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഈ ഒരു സ്റ്റേജിൽ തീ ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇനിയും നന്നായിട്ട് ഒന്ന് പെരണ്ട് വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നും കൂടിയും നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് ചെയ്യാം. അപ്പം ഞാൻ ഈ സ്റ്റേജിൽ തീ ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് ഞാൻ കുറച്ച് കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള അതേസമയം പെർഫെക്റ്റ് ആയിട്ടുള്ള ചിക്കൻ ചുക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളിതുവരെ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻസായിട്ട് പറയുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും താങ്ക് യു.